ഗൗരി നന്ദനം. രചന ലക്ഷ്മി ലച്ചു. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഉണ്ണി, നിന്നോടാ പറഞ്ഞ് അവളുടെ കഴുത്തിൽ ഈ താലി കെട്ടാൻ. ആ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെയാണ് അവിടെ മുഴങ്ങിയത്. സുഭദ്രയുടെ ആജ്ഞയായിട്ട് നന്ദൻ പതിയെ തല ഉയർത്തി. അവന്റെ നോട്ടം ചെന്ന് തറഞ്ഞത് മുന്നിൽ നിറമിഴികളോട് നിൽക്കുന്ന ദേവികയിലാണ്. ആ നോട്ടത്തിൽ പ്രണയമോ അനുകമ്പയോ ഉണ്ടായിരുന്നില്ല. പകരം കനൽ പോലെ ജ്വലിക്കുന്ന വെറുപ്പ് മാത്രമായിരുന്നു. പറ്റില്ല മുത്തശ്ശി. നന്ദന്റെ ശബ്ദം ശാന്തമായിരുന്നുവെങ്കിലും അതിൽ ഉറച്ചൊരു തീരുമാനമുണ്ടായിരുന്നു. ഇത്രയും കാലം നിങ്ങൾ ഓരോരുത്തരും പറയുന്ന കേട്ട് ഞാൻ നിന്നിട്ടുണ്ട്. പക്ഷേ ഇനി അത് പറ്റില്ല. കാരണം ഇതെന്റെ ജീവിതം, എന്റെ മാത്രം ജീവിതം. ആ ജീവിതം വെച്ച് പന്താടാൻ എനിക്കിപ്പോ മനസ്സില്ല. ഉണ്ണി, അലറണ്ട. ഓർമ്മ വെച്ച കാലം മുതൽ ഈ നന്ദൻ മനസ്സിൽ കൊണ്ടുനടന്നൊരു പ്രണയമുണ്ട്, എന്റെ ഗൗരി. അവളിപ്പോ ആ ഇരുമ്പഴിക്കുള്ളിലായിരിക്കാം. നിയമത്തിന് മുമ്പിൽ അവൾ തെറ്റുകാരിയുമാവാം. പക്ഷേ അന്നും ഇന്നും എന്റെ പ്രണയം എന്റെ ഗൗരി മാത്രമാ. അവളെ വിട്ടുകളഞ്ഞിട്ട് ഈ നന്ദന് വേറൊരു ജീവിതമില്ല. അവളുടെ സ്ഥാനത്തേക്ക് മറ്റൊരുവളെ പ്രതിഷ്ഠിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല മുത്തശ്ശി. നന്ദന്റെ ആ ഉറച്ച വാക്കിൽ കേട്ടതും സുഭദ്ര മുത്തശ്ശിയുടെ മുഖം കോപം കൊണ്ട് വിറക്കാൻ തുടങ്ങി. ഓർമ്മ വെച്ച നാൾ മുതൽ തന്റെ വാക്കിനപ്പുറം ഒരു ചുവട് പോലും വെച്ചിട്ടില്ലാത്ത ഈ തറവാട്ടിലെ ഒരേ ഒരു ആൺതിരി ഇന്നൊരു വേലക്കാരിപ്പെണ്ണിന് വേണ്ടി തനിക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അവരുടെ അഹങ്കാരത്തിനേറ്റ വലിയൊരു പ്രഹരമായിരുന്നു. നടക്കില്ല ഉണ്ണി. അവളെ പോലൊരു പെണ്ണിനെ ഈ തറവാട്ടിലെ മരുമകളായി വാഴിക്കാൻ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അതിന് സമ്മതിക്കില്ല. നിന്റെ അച്ഛനെ കൊന്ന പെണ്ണാവള്. നിന്റെ ജീവിതം വെച്ച് പന്താണെന്ന് എനിക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷെ എനിക്കതില്ല. പാരമ്പര്യത്തിന്റെ മഹിമയുള്ള ഈ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിക്ക് ഞാൻ നിന്നില്ല. അതുകൊണ്ട് ഈ മുത്തശ്ശി പറയുന്നത് കേൾക്കുന്നതാണ് എനിക്ക് നല്ലത്, നിന്റെ ഭാവിക്ക്. ഒരു നിമിഷം ഉണ്ണി മൗനമായി നിന്നു. പിന്നെ അവന്റെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. അവന്റെ കണ്ണുകളിൽ ഉറച്ച നിലപാടിന്റെ കനൽ കത്തി ജ്വലിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി പറയുന്ന കേട്ട് തന്നെയാ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. പക്ഷേ ഈ മണ്ണിൽ ചവിട്ടി എന്നുകൊണ്ട് ഞാൻ പറയുക, ഈ കാര്യത്തിൽ മാത്രം നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത് മുത്തശ്ശി. എന്റെ ഗൗരി അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്യാത്ത കുറ്റത്തിന് ഈ ലോകം മുഴുവൻ അവളെ ക്രൂശിക്കുമ്പോഴും അവളെ കൈവിടാൻ എനിക്ക് കഴിയില്ല. കാരണം അവൾ എന്റെ പെണ്ണാ, ഈ നന്ദന്റെ പെണ്ണ്. അരികിൽ വിങ്ങുന്ന ഹൃദയത്തോടെ കണ്ണുനീർ വാർത്ത് നിൽക്കുന്ന അമ്മ അംബികയെ അവനൊന്ന് നോക്കി. ആ നോട്ടത്തിൽ ഭയവും സങ്കടവും ഒരുപോലെ കലർന്നിരുന്നു. ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിന്റെ പേരിൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഇതൊരു അപേക്ഷയില്ല, എന്റെ അവസാനത്തെ തീരുമാനമാണ്. അവൻ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി വേഗത്തിൽ നടന്നു നീങ്ങി. ഓരോ ചൂടിലും അവന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് പുറകിൽ നിന്ന് ആ വാക്കുകൾ ഒരു ചാട്ടുളി പോലെ അവന്റെ നെഞ്ചിൽ വന്ന് തറച്ചത്. അവനെ തളച്ചിടാൻ ആ ഒരൊറ്റ വാചകം മതിയായിരുന്നു. നിക്കടാ അവിടെ. ആ പടിയിറങ്ങി നീ പോന്ന്. നിന്റെ വാശിക്കാണെങ്കിൽ നീ പൊയ്ക്കോ. പക്ഷെ ഒന്നോർത്തോ, ദേവിക മോളുടെ കഴുത്തിൽ നിന്റെ കൈ കൊണ്ടൊരു താലി വീണില്ലെങ്കിൽ അടുത്ത പുലർച്ചെ ഈ അമ്പലമുറ്റത്ത് നീ കാണാൻ പോകുന്നത് എന്റെ വെണ്ണീറിറങ്ങിയ ചിതയായിരിക്കും. ഈ ഉണ്ണിക്ക് ജന്മം നൽകിയ തറവാടിന്റെ ശാപായി നിന്റെ കൂടെ ഞാനും ഉണ്ടാവും. ഇതെന്റെ അവസാനത്തെ വാക്കാ. അമ്മേ! ആ വാക്കിൽ കേട്ടതും ഉണ്ണിയുടെ ലോകം തലകീഴായി മറിഞ്ഞു. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങിയവൻ അവിടെ തറഞ്ഞു നിന്നു. ആഞ്ഞു വീശിയ കാറ്റിൽ അമ്പലത്തിലെ വലിയ മണി ദയനീയമായി മുഴങ്ങി. ചുറ്റുമുള്ളവരുടെ കണ്ണുകളിൽ ഭയം പടർന്നു. അമ്മേ, അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയുന്ന വല്ല ബോധമുണ്ടോ? അംബികയുടെ നെഞ്ചുപൊട്ടിയുള്ള ആ ചോദ്യത്തിനു മുമ്പിൽ സുഭദ്ര മൗനം പാലിച്ചു. പക്ഷേ ഉണ്ണി മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് അനങ്ങാനാവാതെ ഒരു പ്രതിമണക്കെ നിന്നു. ചുറ്റുമുള്ള ലോകം മങ്ങിയതുപോലെ അമ്പലത്തിലെ വിളക്കുകൾക്ക് പോലും പ്രകാശം നഷ്ടപ്പെട്ടതായവന് തോന്നി. നിറഞ്ഞു തുളുമ്പിയ മിഴികളോടെ അംബിക ഓടി വന്ന ഉണ്ണിയുടെ കൈകൾ പിടിച്ചു. ഉണ്ണി, നീ കേട്ടില്ലേ മുത്തശ്ശി പറഞ്ഞ്? നിന്റെ വാശിക്ക് വേണ്ടി ആ പാവത്തിന്റെ ജീവൻ കളയണോടാ. വേണ്ട മോനെ, നമ്മൾ വിട്ടു പോകാൻ അവർക്ക് പറ്റില്ല. അമ്മേ, എല്ലാം അറിയാവുന്ന അമ്മ തന്നെ. പാതിയിൽ മുറിഞ്ഞു പോയതിന്റെ വാക്കുകൾക്ക് ഉത്തരം കൊടുക്കും മുന്നേ സുഭദ്രയുടെ വാക്കുകൾ വീണ്ടും അവനെ ചുട്ടുപൊള്ളിച്ചു. ദേവിക മോളുടെ കഴുത്തിൽ നിന്റെ കൈ കൊണ്ടൊരു താലി വീണില്ലെങ്കിൽ അടുത്ത പുലർച്ചെ ഈ അമ്പലമുറ്റത്ത് നീ കാണാൻ പോകുന്നത് എന്റെ വെണ്ണീറിറങ്ങിയ ചിതയായിരിക്കും. ഉണ്ണി പതിയെ തലതിരിച്ചു. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. അമ്പലനടയിലിരിക്കുന്ന ദേവി അവനെ നോക്കി. എന്നിട്ട് പതിയെ മുത്തശ്ശിയുടെ അടുത്തേക്ക് നടന്നു. ഓരോ ചുവടിലും ഒരു വലിയ പരാജയത്തിന്റെ ഭാരമുണ്ടായിരുന്നു. തോൽപ്പിച്ചു കളഞ്ഞല്ലോ മുത്തശ്ശി. എന്റെ പ്രണയത്തെയും എന്റെ വിശ്വാസത്തെയും ഒരേ സമയം നിങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞു. പക്ഷേ അവിടെ തളം കെട്ടി ആ നിശബ്ദയെ ഭേദിച്ചുകൊണ്ട് നന്ദന്റെ ചിരി ഉയർന്നു. ഒരുതരം തളർന്ന എന്നാൽ ആഴത്തിൽ മുറിവേറ്റ ചിരി. അവൻ പതിയെ ദേവിയുടെ അരികിൽ വെച്ചിരുന്ന ആ താലിയിലേക്ക് നോക്കി. ഈ താലി ഇതുകളുടെ കഴുത്തിൽ വീഴും മുമ്പ് ഒരു കാര്യം നിങ്ങൾ അറിയണം. നിങ്ങൾ ആചാരമെന്നും പാരമ്പര്യമെന്നും വിളിക്കുന്ന ഈ തറവാടിന്റെ മണ്ണിൽ പുതഞ്ഞു പോയൊരു സത്യമുണ്ട്. എന്റെ ഗൗരിയെ കൊലപാതകിയാക്കിയ സത്യം. നന്ദന്റെ ആ വാക്കുകൾ അമ്പലമുറ്റത്തൊരു ഇടിത്തി പോലെയാണ് വന്ന് വീണത്. കൂടി നിന്നവരുടെ ഇടയിൽ ഒരു മന്ത്രണം ഉയർന്നു. സുഭദ്ര ഒന്നും മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി.
നന്ദൻ ആ രഹസ്യം എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറയുമെന്ന് മനസ്സിലായ നിമിഷം അതുവരെ കരഞ്ഞളന്ന അംബികയുടെ നെഞ്ച് ഭയം കൊണ്ട് പിടഞ്ഞു. ആ സത്യം പുറത്തെറിഞ്ഞാൽ തറവാടിന്റെ അന്തസ്സ് മാത്രമല്ല നന്ദന്റെ ജീവൻ തന്നെ അപകടത്തിലാവുമെന്ന് ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അംബിക ഓടി വന്ന് നന്ദന്റെ കൈകൾ മുറുകെ പിടിച്ചു. വിറക്കുന്ന കൈകളോടെ ചുറ്റുമുള്ളവർ കേൾക്കാതിരിക്കാൻ ശബ്ദം താഴ്ത്തി. എന്നാൽ ഉള്ളുപൊള്ളുന്ന വേദനയോടെ അവർ പറഞ്ഞു, ഉണ്ണി വേണ്ട മോനെ, എന്റെ മോനത് ഇവിടെ പറയരുത്. അച്ഛന്റെ അഭിമാനം നീയായിട്ടില്ലാണ്ടാക്കല്ലേ ഉണ്ണി, ഈ അമ്മയോട് കരുണ കാണിക്കും മോനെ. നെഞ്ചുപൊട്ടി അംബിക നിലവിളിച്ചുകൊണ്ട് അവന്റെ കൈകൾ തൂങ്ങിയപ്പോൾ നന്ദനൊരു നിമിഷം നിശ്ചലനായി. പക്ഷെ ആ ചുണ്ടുകളിൽ പിന്നീട് വിരിഞ്ഞത് അതിക്രൂരമായ പുഞ്ചിരിയായിരുന്നു. അമ്മയുടെ കൈകൾ ഒറ്റ കുടിച്ചിലിന് ദൂരേക്ക് മാറ്റി ചുറ്റുമുള്ളവരുടെ നെഞ്ചിരിപ്പ് കൂട്ടിക്കൊണ്ട് അവൻ ഗർജിച്ചു. അച്ഛന്റെ അഭിമാനം എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ അമ്മയ്ക്ക് എങ്ങനെ കഴിയുന്നു? ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച് കളിച്ച് അയാളുടെ അഭിമാനം സംരക്ഷിക്കാനാണോ ഈ മകൻ ജീവിക്കേണ്ടത്? ആണോ? അവന്റെ വാക്കിൽ തറവാട്ടുകാരൻ തുടങ്ങി ഞെട്ടിപറച്ചു. നന്ദന്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു തുടുത്തു. അമ്പലമുറ്റത്തെ വലിയ വിളക്കിന്റെ വെളിച്ചത്തിൽ അവന്റെ മുഖം കൂടുതൽ ഭയപ്പെടുത്തുന്നതായി തോന്നി. അവൻ തന്നെ അമ്മയുടെ നേരെ തിരിഞ്ഞ് വിരൽ ചൂണ്ടി പറഞ്ഞു, തറവാടിന്റെ അന്തസ്സ് ആക്കാൻ വേണ്ടി അമ്പലമുറ്റത്ത് വെച്ച് നിങ്ങൾ ഒളിപ്പിച്ചു കളഞ്ഞൊരു സത്യമുണ്ട്. എന്റെ ഗൗരി അനുഭവിച്ച നരകത്തിന് അവൾ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണീരിനും പകരം ചോദിക്കാൻ ഈ ഉണ്ണിക്ക് ഒരൊറ്റ ജന്മമേ ഉള്ളൂ അമ്മേ. എന്റെ ഗൗരിയെ ഒരു കൊലപാതകയാക്കി മാറ്റി അയാളുടെ ആ കറുത്ത വശം ഈ അമ്പലമുറ്റത്ത് വെച്ച് തന്നെ ഞാൻ വിളിച്ചു പറയുക തന്നെ ചെയ്യും. അതിന് ഈ ലോകം എനിക്ക് എന്ത് ശിക്ഷ എന്നാലും ശരി, എന്റെ ഗൗരിക്ക് വേണ്ടി ഞാൻ അത് ഏറ്റുവാങ്ങും. അത് അനുഭവിക്കാൻ ഈ നന്ദനൊരു ഭയവുമില്ല. അവന്റെ ആ വാക്കുകൾ അമ്പലത്തിന്റെ ഓരോ ചുവരിലും തട്ടി പ്രതിധ്വനിച്ചു. കൂടിന്നവിടെ നെഞ്ചിലൊരു ഇടിത്തീ വെട്ടിയതുപോലെ തോന്നി. ആ വാക്കുകളിലെ പ്രണയത്തിന്റെ തീക്ഷ്ണതയും ഒടുങ്ങാത്ത തന്റെ ഇടവും കേട്ട് ആർക്കും ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അമ്പലമുറ്റത്തെ ആ തർക്കങ്ങൾക്കും കോലാഹലങ്ങൾക്കുമിടയിൽ നന്ദന്റെ മനസ്സ് പെട്ടെന്ന് മാസങ്ങൾക്ക് പുറകിലേക്ക് പോയി. തന്റെ പ്രാണനായ ഗൗരിയെ നെഞ്ചോട് ചേർത്ത് വെച്ച ആ സുഗന്ധമുള്ള പഴയ ഓർമ്മകളിലേക്ക്. ഒരു ഞെട്ടലോടെ അവൾ ഞെട്ടിത്തിരിയും മുമ്പേ നന്ദന്റെ ആ കരുത്തുറ്റ കൈകൾ അവളെ പിന്നിലൂടെ വരിഞ്ഞു മുറുക്കിയിരുന്നു. ശ്വാസമെടുക്കാൻ പോലും അനുവദിക്കാതെ ആ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. അവൻ തന്റെ ചുണ്ടുകൾ അവിടെ പട്ടുപോലുള്ള പിൻകഴുത്തിൽ ആഴ്ത്തി. ഒരു തണുത്ത മിന്നൽ പാച്ചിൽ പോലെ ആ സ്പർശനം അവളുടെ ശരീരത്തിലൂടെ കടന്നുപോയി. അവളുടെ കണ്ണുകൾ പകുതിയോളം അടഞ്ഞു. എന്തും മണാപെണ്ണേ നിന്റെ ഈ ശരീരത്തിന്, ശരിക്കും എന്നെ മത്ത് പിടിപ്പിക്കുക. ആളുടെ പിൻകഴുത്തിലെ ചെറിയ രോമങ്ങളെപ്പോലെ ഉണർത്തിക്കൊണ്ട് ചൂടുള്ള ശ്വാസത്തോടെ അവൻ വീണ്ടും ഒരിക്കൽ കൂടി ചുണ്ടുകൾ അമർത്തിയപ്പോൾ ആളുടെ മുഖം നാണത്താൽ ചുവന്നു തുടുത്തു. കാതോരങ്ങളിൽ ചോര തിളച്ച് കയറുന്ന പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അവന്റെ കൈകളിൽ നിന്ന് കുതിരിമാറാനൊന്ന് ശ്രമിച്ചെങ്കിലും ആ നെഞ്ചിന്റെ ചൂടിലേക്ക് അവൾ കൂടുതൽ ഒതുങ്ങിപ്പോവുകയായിരുന്നു. എന്നിട്ട് മാറ്, ആരെങ്കിലും കാണും, എനിക്ക് പേടിയാ, മുത്തശ്ശിങ്ങാനിപ്പോ ഇങ്ങോട്ട് വന്ന. തപ്പിത്തടയുന്ന വാക്കുകളോടെ ശ്വാസം വിലക്കി പിടിച്ചുകൊണ്ട് അവൾ ദയനീയമായി അവനെ നോക്കിയെങ്കിലും ആ കണ്ണുകളിൽ ഭയത്തേക്കാൾ കൂടുതൽ അവനോടുള്ള പ്രണയത്തിന്റെ ആഴമായിരുന്നു. അവളുടെ ആ വിറയാർന്ന വാക്കുകൾ കേട്ടിട്ടും നന്ദൻ പിടിവിട്ടില്ല. പകരം ആ ചുണ്ടുകളിൽ വന്യമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്തണച്ചുകൊണ്ട് അവളുടെ കാതോരങ്ങളിലേക്ക് അവൻ മുഖമടുപ്പിച്ചു. മുത്തശ്ശി വരട്ടടി, ഈ നന്ദൻ തന്റെ പെണ്ണിനെയാണ് ഈ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നെന്ന് ഈ ലോകം മുഴുവൻ കാണട്ടെ. അവന്റെ ആ തന്റെ ഇടം നിറഞ്ഞ വാക്കുകൾ കേട്ടതും ഗൗരി നന്ദന്റെ നെഞ്ചിൽ കൈകളൂന്നി പതിയെ പിന്നോട്ട് മാറി. ആ ചുണ്ടുകളിൽ ഒരു പരിഭവച്ചിരി വിരിഞ്ഞു. കൺകോണുകളിൽ നേരത്തെ ഒരു സങ്കടം ഒളിപ്പിച്ചുകൊണ്ട് അവൾ മുഖം വെട്ടിച്ചു. പറച്ചിലേട്ടാ തോന്നും ഞാൻ നിങ്ങളുടെ കെട്ടികളാണെന്ന്. ഈ വലിയ തറവാടിലെ വേലക്കാരിപ്പണിനെ ഇവിടുത്തെ ചെറുപ്പക്കാരൻ പ്രേമിച്ച് നടക്കാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാലുണ്ടല്ലോ, അതോടെ തീരും എന്നെ ഇവിടുത്തെ പണി. പിന്നെ ഒരിക്കലും നന്ദേട്ടനെയും ഗൗരിയെ കാണില്ല. അവളുടെ ആ വാക്കുകൾ നന്ദന്റെ നെഞ്ചിലൊരു പിടച്ചിലുണ്ടാക്കി. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ നിസ്സഹായാവസ്ഥ കണ്ടതും അവന്റെ മുഖത്തെ കള്ളച്ചിരി മാഞ്ഞു. പകരം ആ നോട്ടത്തിൽ പ്രണയവും തന്റെ ഇടം ഒരുപോലെ തിളങ്ങി. അവനൊരടി മുന്നോട്ട് വെച്ച് ആളുടെ തോളുകളിൽ കൈകൾ ചേർത്തു. ആ വിരലുകളിലൂടെ തന്റെ പ്രണയത്തിന്റെ ചൂട് മുഴുവൻ അവളിലേക്ക് പടർത്തിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി അവൻ പതിഞ്ഞ ശബ്ദത്തിൽ എന്നാൽ നെഞ്ചിൽ തട്ടുന്ന ഗാംഭീര്യത്തോടെ പറഞ്ഞു, ഇവിടെയുള്ളവർക്ക് നീ ഒരു വേലക്കാരിയായിരിക്കാം ഗൗരി, പക്ഷേ ഈ നന്ദന് നീ എന്റെ പ്രാണനാടി, എന്റെ ജീവൻ. ഇവിടെയുള്ളവരെ പേടിച്ച് എത്ര നാൾ എന്റെ പെണ്ണിങ്ങനെ ഓടി ഒളിക്കും. ഈ നന്ദൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ആളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അതിയായ പ്രണയത്തോട് അവൻ മൊഴിഞ്ഞു. പൂമുഖത്തെ വലിയ തൂണിന് പിന്നിൽ ഇരുളിന്റെ മറവിൽ ഒളിച്ചിരുന്ന അയാൾ ആ കാഴ്ച കാണുകയായിരുന്നു. തന്റെ മകൻ നന്ദൻ ആ വേലക്കാരി പെണ്ണായ ഗൗരിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. മകന്റെ ശ്വാസത്തിന്റെ ചൂടേറ്റ് നാണത്തോടെ ആ നെഞ്ചിലേക്ക് ഒതുങ്ങുന്ന ഗൗരിയെ കണ്ടപ്പോൾ അയാളുടെ ഉള്ളിലെ കാമഭ്രാന്ത് ഉണർന്നു. ഒരു കുറുക്കന്റെ ചതിവോടെ അയാൾ മനസ്സിൽ ചിന്തിച്ചു, ഒരു വേലക്കാരി പെണ്ണിനെ പ്രണയിക്കാൻ മാത്രം വിട്ടിയാണ് എന്റെ മകൻ.
ഇവളുടെ ഈ തരിപ്പുള്ള സൗന്ദര്യം ഇത് വെറൊരു ശാരീരിക സുഖത്തിന് വേണ്ടി മാത്രമാണ് അവൻ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തറവാട്ടിലെ കാരണവരായ എൻ്റെ മുന്നിലും ഇവള് വഴങ്ങിത്തരണം. ഈ ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാരന് കൊടുക്കുന്ന സുഖം എനിക്കും തരാൻ ഇവള് ബാധ്യസ്ഥയാണ്. നന്ദന്റെ പരിശുദ്ധമായ പ്രണയത്തെ വെറും ഒരു ശരീരമോഹമായി തെറ്റിദ്ധരിച്ചുകൊണ്ട് അയാൾ തന്റെ കറുത്ത പദ്ധതി മനസ്സിൽ മെനഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ അമ്പലത്തിലെ ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾക്കായി നന്ദൻ പുറത്തേക്ക് പോകാൻ തയ്യാറായി. പോകുന്നതിന് മുമ്പ് അവൻ ഗൗരി ഒന്നുകൂടി നോക്കി. ആ നോട്ടത്തിൽ അവളോടുള്ള ആത്മാർത്ഥമായ പ്രണയത്തിന്റെ ആഴമുണ്ടായിരുന്നു. പോയിട്ട് വരട്ടെ, അവൻ ചോദിച്ചപ്പോൾ അവളുടെ ചുണ്ടിൽ നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. കൺകോണുകളിൽ പ്രണയത്തിന്റെ തിളക്കം. അവൾ പതിയെ തലയാട്ടി. ആ ഒറ്റ വാക്കിൽ, ആ മൂളലിൽ അവൾ അവനോട് പറയാതെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. വേഗം വരണമെന്ന ആഗ്രഹവും അവനിലുള്ള വിശ്വാസവുമെല്ലാം ആ ഒരു വാക്കിൽ ഒതുങ്ങിയിരുന്നു. നന്ദൻ തറവാടിന്റെ പടികളിറങ്ങി അമ്പലമുറ്റത്തേക്ക് നടന്നു നീങ്ങുന്നത് ജനലിലൂടെ നോക്കി നിൽക്കുകയായിരുന്നു ഗൗരി. അവന്റെ വണ്ടി അകന്നു പോകുന്ന ശബ്ദം കേട്ടതോടെ അവളുടെ മനസ്സിൽ എന്തോ ഒരു കനത്ത ഭാരം വന്ന് മൂടുന്ന പോലെ തോന്നി. നെഞ്ചിലൊരു പിടച്ചിൽ, ഒരു നിമിഷം ശ്വാസം പോലും നിലച്ചു പോയതുപോലെ. വരാൻ പോകുന്ന ആ വലിയ ദുരന്തത്തിന്റെ കാൽപെരുമാറ്റം അവളുടെ ഉള്ളം തിരിച്ചറിയുകയായിരുന്നു. അതിന്റെ സൂചന എന്നോണം ആ വലിയ വീടിന്റെ കനത്ത വാതിലുകൾ ഒരു ഭീകര ശബ്ദത്തോടെ കൊട്ടിയടഞ്ഞു. പെട്ടെന്നാണ് ആ ഭയപ്പെടുത്തുന്ന നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് പുറകിൽ നിന്നൊരു ഭാരമേറിയ കാൽപെരുമാറ്റം കേട്ടത്. അവളൊരു ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി. മുന്നിൽ കയ്യിലൊരു പകുതികാലിയായ കള്ളുകുപ്പിയുമായി ഉലഞ്ഞുലഞ്ഞു നിൽക്കുകയാണ് നന്ദന്റെ അച്ഛൻ. ആ കണ്ണുകളിൽ പടർന്നു പിടിച്ചിരുന്ന കാമത്തിന്റെ കനലും മുഖത്തെ ആ വന്യമായ ഭാവമാറ്റവും കണ്ടതോടെ ഗൗരിയുടെ ചോര വറ്റുന്ന പോലെ തോന്നി. ഭയത്തോടെ അവൾ രണ്ടടി പിന്നിലേക്ക് നീങ്ങി ചുമരിലേക്ക് ഒതുങ്ങി നിന്നു. അയാളുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു. കയ്യിലിരുന്ന കുപ്പി താഴേക്ക് എറിഞ്ഞുടച്ചുകൊണ്ട് അയാൾ അവളിലേക്ക് അടുത്തു. തറയിൽ ചിതറിത്തെറിച്ച ചില്ല് കഷ്ണങ്ങൾക്കിടയിലൂടെ വിശ്വനാഥൻ ഓരോ ചൂടായ അവളിലേക്ക് അടുത്തു വന്നു. അയാളുടെ കണ്ണുകളിൽ പടർന്നു പിടിച്ച ആ കാമഭ്രാന്തും വന്യമായ ഭാവം കണ്ടതും ഗൗരിയുടെ ഉമിനീർ വറ്റിവരണ്ടു. ഭയം കൊണ്ട് അവളുടെ ശരീരം വിറക്കാൻ തുടങ്ങി. സർ, നിങ്ങൾ എന്തീ കാണിക്കുന്നേ? ഇവിടുത്തെ നന്ദസാറിന്റെ അച്ഛനല്ലേ നിങ്ങൾ? ഞാൻ നിങ്ങൾ ആ സ്ഥാനത്തിലേക്ക് കണ്ടിട്ടുള്ളത്. എന്നിട്ട് എന്നോട് ഇങ്ങനെ? പ്ലീസ് സർ, എന്നെ വിട്ടേക്ക്. അവളുടെ ആ വാക്കൾ കേട്ട് വിശ്വനാഥന്റെ ചുണ്ടിൽ അതിക്രൂരമായ പരിഹാസ ചിരി വിരിഞ്ഞു. ആ ചിരിയിൽ ഒരു മൃഗത്തിന്റെ ക്രൂരതയുണ്ടായിരുന്നു. അച്ഛൻ്റെ സ്ഥാനോ? അതിന് ആർക്ക് വേണടി നിന്നെ? ഈ തറവാട്ടിലേക്ക് നീ വലിഞ്ഞു കയറി വന്ന ദിവസം എൻ്റെ മകനെ നീ കയ്യിലാക്കിയില്ലേ? നീ ഒരു മണ്ടിയാടി. അവൻ്റെ ആ കപട സ്നേഹത്തിന് മുമ്പിൽ അലിഞ്ഞങ്ങ് ഇല്ലാതായി. പക്ഷെ അവൻ നിനക്കിരുന്ന സ്നേഹാണോടി, അതോ? അയാളുടെ അട്ടഹാസവും കനത്ത വാക്കുകളും കേട്ടതും ഗൗരി ആകെ തകർന്നു പോയി. ഭയത്തോടൊപ്പം തന്നെ താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന നന്ദന്റെ പ്രണയത്തെ അയാൾ ഇത്രയും നീചമായി ചോദ്യം ചെയ്ത് അവൾക്ക് താങ്ങാൻ കഴിയാവുന്നതിലും അപ്പുറമായിരുന്നു. കണ്ണീരൊഴുക്കിക്കൊണ്ട് നെഞ്ചു പൊട്ടുന്ന വേദനയോടെ അവൾ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഇല്ല, കള്ളം. എന്നെ നന്ദേട്ടന്റെ സ്നേഹം സത്യ. അത് മറ്റാരിക്കാളും നന്നായിട്ട് എനിക്കറിയാം. നന്ദേട്ടന് ഒരിക്കൽ പോലും എന്നിൽ നിന്ന് മറ്റൊന്നും ആഗ്രഹിച്ചിട്ടില്ല, എന്റെ സ്നേഹമല്ലാതെ. അവളയാളുടെ വന്യമായ മുഖത്തേക്ക് നോക്കി പേടിയോടെ തുടർന്നു. ഇനി എന്റെ നന്ദേട്ടനെ പറ്റി ഇങ്ങനെയൊന്നും പറയില്ലേ സർ. എന്റെ ജീവനാധ്യത്തിന് ആ മനുഷ്യന്റെ ഭാര്യയായിട്ട് വാഴാൻ എനിക്ക് അർഹതയില്ലെന്നറിയാം. എങ്കിലും ഞാൻ അറിയാതെ സ്നേഹിച്ചു പോയി. ഇനി എന്റെ നന്ദേട്ടനില്ലാതെ എനിക്കൊരു പൂർണ്ണതയില്ല സർ. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം. ദേവുവിനെ കാണുന്ന പോലെ എന്നെ കണ്ടൂടെ? കണ്ണീരിൽ കുതിർന്ന ഗൗരിയുടെ അപേക്ഷ കേട്ടിട്ടും ആ കഠിന ഹൃദയനൊരു ദയം തോന്നിയില്ല. ആളുടെ ആ വാക്കൾ കേട്ട് വിശ്വനാഥിന്റെ ഉള്ളിലെ കാമഭ്രാന്ത് ഒന്നുകൂടി മൂക്കുകയാണ് ചെയ്ത്. മുഖത്തൊരു ഭീകരമായ ചിരിയോടെ അയാൾ അവളിലേക്ക് ആഞ്ഞടുത്തു. നിന്നെ ഞാൻ മകളായിട്ട് കാണല്ലേ? ശരി, കണ്ടേക്കാം. പക്ഷേ അയാളുടെ ആ മൂർച്ചയുള്ള വാക്കൾ കേട്ട് ഗൗരി ഒന്നും മനസ്സിലാവാതെ ഭയത്തോടെ ശ്വാസമടക്കി നിന്നു. മോളി അച്ഛനോടൊന്ന് സഹകരിക്കണം. അങ്ങനെ സഹകരിച്ച മകളെ പോലെ അല്ല, റാണിയെ പോലെ ഞാൻ നിന്നെ ഈ തറവാട്ടിൽ വാഴിക്കും. അയാളുടെ വായിൽ നിന്ന് വന്ന ആ നെറികെട്ട വാക്കിൽ കേട്ടതും ഗൗരിക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്ന പോലെ അവൾ തരിച്ചു നിന്നുപോയി. താൻ ദൈവത്തെ പോലെ കണ്ട വലിയൊരു തറവാട്ടിലെ കാരണവർ ഇത്രയും നീചമായി സംസാരിക്കുമെന്നത് അവളുടെ ചിന്തകൾക്കും അപ്പുറമായിരുന്നു. അവളുടെ ആമ്പരപ്പ് കണ്ട് വിശ്വനാഥന്റെ ചുണ്ടിലൊരു വന്യമായ പരിഹാസ ചിരി വിരിഞ്ഞു. അയാൾ തന്നെ നോട്ടം കൊണ്ട് അവൾ അടിമുടി അളന്നുകൊണ്ട് അട്ടഹസിച്ചു. എന്താടി ഇങ്ങനെ നോക്കുന്നേ? നിന്റെ നന്ദേട്ടം വന്ന് നിന്നെ ഈ തറവാട്ടിലെ മരുമകളായിട്ട് വാഴിക്കുമെന്ന് വിചാരിച്ചോ? നീ നടക്കില്ല. ഈ വിശ്വനാഥൻ വിചാരിച്ചാൽ നിന്നെ ഈ തറവാടിൻ്റെ പടിയിറക്കാൻ ഒരൊറ്റ നിമിഷം മതി. പക്ഷേ എനിക്ക് നിന്നെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റില്ലല്ലോ.
അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നീ എൻ്റെ കൂടെ കിടക്ക വക്കിയിട്ട കാര്യം പുറലോകം അറിയും. നാണക്കേട് നിനക്കാ, അല്ലാതെ ഈ വിശ്വനാഥനല്ല. ഒരു വേലക്കാരി പെണ്ണിൻ്റെ വാക്കാരും വിശ്വസിക്കാൻ പോകുന്നുമില്ല. അതുകൊണ്ട് വെറുതെ വാശി കാണിച്ചതിൻ്റെ ജീവൻ അപകടത്തിലാക്കരുത്. വിശ്വനാഥന്റെ ആ വാക്കുകൾ കേട്ടതും ഗൗരിയുടെ ഉള്ളിൽ ദേഷ്യവും സങ്കടവും ഒരുപോലെ ഇരച്ചു കയറി. ആ ഭീഷണിക്ക് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് അവൾ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, നിങ്ങൾ ഇത്രയും വൃത്തിയിട്ടൊരാളെ ഞാൻ അറിഞ്ഞില്ല സർ. എന്നെ നന്ദേട്ടൻ്റെ അച്ഛനല്ലേ നിങ്ങൾ? എന്നിട്ട് എന്നോട് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? എനിക്കൊരു നാണക്കേടുമില്ല സർ. കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ നന്ദേട്ടൻ്റെ പ്രണയം സത്യ. എന്നെ കൊന്നാലും ശരി, നിങ്ങൾ ഈ നെറികെട്ട ആവശ്യത്തിന് ഞാൻ വഴങ്ങിത്തരില്ല. വിറക്കുന്ന കൈകളോടെ കണ്ണീർ തുടച്ചു മാറ്റി അവൾ പേടിയോടെ പിന്നോട്ട് മാറി. ആ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് അറപ്പ് തോന്നുന്നുണ്ടായിരുന്നു. എൻ്റെ ദേഹത്തിന് നിങ്ങളുടെ ഈ പുഴുത്ത കൈ പതിഞ്ഞ സത്യമായിട്ട് ഞാൻ ഒച്ച വെച്ച് ഈ തറവാട്ടിലെ ആളുകളെയും നാട്ടുകാരെയും വിളിച്ചു വിട്ടും. നിങ്ങൾ ഈ വൃത്തിയുടെ സ്വഭാവം എല്ലാവരും ഞാൻ അറിയിക്കും. അതിൻ്റെ പേരിൽ എനിക്കൊരു ദോഷമില്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ ജഗദാംബികയുണ്ട്, എന്നെ കാക്കാൻ എൻ്റെ ദേവിയുണ്ട്. ആൾ പറഞ്ഞു നിർത്തിയപ്പോൾ ആ കണ്ണുകളിൽ മരണഭയത്തോടൊപ്പം സ്വന്തം മാനം കാക്കാനുള്ള ഒരു പെണ്ണിൻ്റെ ആത്മാഭിമാനം തിളങ്ങുന്നുണ്ടായിരുന്നു. ആ വാക്കുകളിൽ ആഴം കണ്ട് വിശ്വനാഥൻ ഒരു നിമിഷം തറഞ്ഞു നിന്നു. പക്ഷേ തറക്ക് പിടിച്ച മദ്യലഹരിയും ഉള്ളിലെ കാമഭ്രാന്തും അയാൾ അന്ധനാക്കിയിരുന്നു. ഇതൊക്കെ പറഞ്ഞ് ഈ വിശ്വനാഥനെ പേടിപ്പിച്ച് ഓടിക്കാൻ നോക്കല്ലേ മോളെ. നീ ഒച്ച വെച്ച ആര് വരാനടി? ഈ തറവാട്ടിൽ ഒരു പുല്ല് പോലും എൻ്റെ അനുവാദമില്ലാതെ അനങ്ങില്ല. പിന്നെയാണോ വെറും ഇത്തിരി പോകുന്ന നീ? അയാളുടെ ആ കനത്ത ഗർജനം കേട്ട് ഭയന്ന് കുറച്ച് ഗൗരി മുന്നോട്ടാണ് ശ്രമിച്ചു. പക്ഷെ ഒരു വന്യമൃഗത്തെ പോലെ വിശ്വനാഥൻ അവിടെ പിന്നാലെ പാഞ്ഞു നിന്ന് ഗൗരിയുടെ ദാവണിയുടെ ഷോൾ ഒറ്റവലിക്ക് ദൂരേക്ക് ഊരിയെറിഞ്ഞു. എന്നെ വിടൂ പ്ലീസ്, സർവശക്തിയും എടുത്ത് നിലവിളിച്ചുകൊണ്ട് അവൾ ആ മുറിയുടെ കോണിലേക്ക് ഓടി മാറാൻ നോക്കിയെങ്കിലും വിശ്വനാഥൻ വന്യമായ ഭാവത്തോടെ അവളിലേക്ക് ആഞ്ഞെടുത്തു. നിലവിളിച്ചുകൊണ്ട് പിന്നോട്ട് മാറിയ ഗൗരിയെ അയാൾ കട്ടിലേക്ക് അതിക്രൂരമായി പിടിച്ചു തള്ളി. ഭയവും വേദനയും കൊണ്ട് അവളുടെ ശ്വാസം നിൽക്കുന്ന അവസ്ഥയായിരുന്നു. ആ മൃഗം അവളിലേക്ക് പൂർണ്ണമായിട്ട് അമരാനൊരുങ്ങിയ ആ സെക്കൻഡിൽ ആ തറവാടിന്റെ ചുമരുകളെ പോലും പിടിച്ചുലച്ചുകൊണ്ട് പുറത്തു മുഴങ്ങിയ നന്ദന്റെ ആ ഇടിമിന്നൽ പോലെയുള്ള ശബ്ദം കേട്ടതും വിശ്വനാഥൻ ഞെട്ടിത്തെറിച്ച ഒരൊറ്റ കുതിപ്പിന് ഗൗരിയുടെ മേൽ നിന്ന് കുതിരിമാറി പിന്നോട്ട് ചുവടുകൾ വെച്ചു. മദ്യത്തിന്റെ ലഹരിയിലും അയാളുടെ ഉള്ളിലൊരു ഭയം പടർന്നു പിടിച്ചിരുന്നു. തൊട്ടടുത്ത നിമിഷം ആ മുറിയുടെ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്തേക്ക് ഇരച്ചേറിയ നന്ദൻ മുന്നിലെ കാഴ്ച കണ്ട് ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. വസ്ത്രങ്ങൾ അലങ്കോലപ്പെട്ട് നെഞ്ചുപൊട്ടി നിലവിളിക്കുന്ന തന്റെ പ്രാണനായ ഗൗരിയെ കണ്ടതും അവന്റെ നെഞ്ചു പിടഞ്ഞു. നന്ദനെ കണ്ടപാടെ മരണം മുന്നിൽ കണ്ട അവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെ ഗൗരി കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവന് നേരെ ഓടി വന്നു. അവന്റെ നെഞ്ചിലേക്ക് വീണ് ആ കൈകളിൽ മുറുക്കെ പിടിച്ച് ശബ്ദം പുറത്തേക്ക് വരാതെ അവൾ നെഞ്ചുപൊട്ടി കരഞ്ഞു. തന്റെ നെഞ്ചിൽ കിടന്ന് ഭയം കൊണ്ട് വിറക്കുന്ന ഗൗരിയെ അവൻ പതിയെ അടർത്തി മാറ്റി. നിലത്തിടന്ന് അവളുടെ ഷോൾ എടുത്തു കൊടുക്കുമ്പോൾ അവന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. വസ്ത്രങ്ങൾ ഒതുക്കി ആ ഷോള് മാറിലേക്ക് ചേർത്ത് പിടിച്ച് ഭയവും അപമാനവും നിറഞ്ഞ കണ്ണുകളോടെ അവൾ ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു. നന്ദൻ പതിയെ തിരിഞ്ഞു വിശ്വനാഥ് നേരെ നോക്കി. അത്രയും കാലം ദൈവത്തെ പോലെ മനസ്സിൽ പ്രതിഷ്ഠിച്ച ബഹുമാനിച്ച സ്വന്തം അച്ഛൻ. ആ മുഖത്തേക്ക് നോക്കാൻ പോലും അവന് അറപ്പ് തോന്നി. നരച്ച ആ മുടികളിലും ചുളി വീണ മുഖത്തും ഇപ്പോൾ അവനെ കാണാൻ കഴിഞ്ഞത് ഒരു മൃഗത്തിന്റെ ഭാവമായിരുന്നു. ഒളിയിൽ തിളച്ചു മറിഞ്ഞ ദേഷ്യം കൊണ്ട് അവന്റെ കൈപ്പത്തികൾ ചുരുണ്ടുകൂടി, കണ്ണുകൾ അഗ്നി പോലെ ചുവന്നു തുടുത്തു. നെഞ്ചുപൊട്ടുന്ന വേദനയും വഞ്ചനയുടെ ആഘാതവും ഒരു കൊടുങ്കാറ്റായി മാറി അവന്റെ തൊണ്ടക്കുഴിൽ വന്ന് തങ്ങി നിന്നു. ഒടുവിൽ വിശ്വനാഥന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി അവൻ പറഞ്ഞു, തന്നെയൊക്കെ ഇനി ഏതർത്ഥത്തിലാണോ ഞാൻ അച്ഛനെന്ന് വിളിക്കേണ്ടത്? സ്വന്തം മകളുടെ സ്ഥാനത്തുള്ള ഒരു പെൺകുട്ടിയുടെ ഇത്രയും ക്രൂരമായി ഇത്രയും നീചമായിട്ട് പെരുമാറാൻ തനിക്ക് എങ്ങനെ കഴിഞ്ഞടോ? താനൊരു മനുഷ്യനാണോ വൃത്തിയിട്ടവനെ? മിണ്ടരുത് നിങ്ങൾ. തന്നോട് സംസാരിക്കാൻ പോലും എനിക്ക് പറപ്പ് തോന്നുവാ. എന്റെ അമ്മ നിങ്ങൾ അത്രമാത്രം സ്നേഹിച്ചു. ഈ ലോകത്ത് മറ്റാരെക്കാളും ജീവനായിരുന്നു അവർക്ക് നിങ്ങള്. ആ പാവങ്ങാൻ ഇതറിഞ്ഞ, നിങ്ങൾ ഈ കാണിച്ച നെറികേട് അറിഞ്ഞ അവരിനി ജീവനോടുണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോടാ? പക്ഷേ നന്ദന ആ നെഞ്ചുപൊട്ടിയുള്ള വാക്കുകൾ കേട്ടിട്ടും വിശ്വനാഥന്റെ മുഖത്തൊരു കുലുക്കവുമില്ലായിരുന്നു. തലക്ക് പിടിച്ച മദ്യലഹരിയിൽ അയാൾ വന്യമായി പരിഹസിച്ചുകൊണ്ട് നിലവിട്ട പോലെ അട്ടഹസിച്ചു. അവൾക്ക് എന്ത് തേങ്ങ പറ്റിയാലും എനിക്കെന്താടാ? എനിക്കൊരു കോപ്പുമില്ല. ഈ വിശ്വനാഥന്റെ വഴിയിൽ തടസ്സം നിൽക്കാൻ നോക്കിയാ ഏതവനായാലും ഞാൻ ചവിട്ടി മതിക്കും. ഭീഷണി അത് എന്നോട് വേണ്ട മോനെ. ഈ കളി വിശ്വനാഥനോട് വേണ്ട. പെറ്റമ്മയെ കുറിച്ച് ആ മൃഗം അങ്ങനെ പറഞ്ഞിരുന്നു. നന്ദിന്റെ ഉള്ളിലെ സകല നിയന്ത്രണങ്ങളും തകർന്ന് തരിപ്പണമായി.
ചോര തലക്ക് പിടിച്ച നിമിഷം ഒരു സിംഹത്തെ പോലെ അവനെ അയാൾക്ക് നേരെ പാഞ്ഞെടുത്തു. വിശ്വനാഥന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ബെഡിലേക്ക് അവനെ അയാൾ ആഞ്ഞു തള്ളി. നന്ദിട്ടാ വേണ്ട. പക്ഷേ അവന്റെ ഉള്ളിൽ കത്തിയിരുന്ന ആ രൗദ്രഭാവത്തിന് മുന്നിൽ അവൾ വെറും ഒരു കരിയില പോലെ നിസ്സഹായായിരുന്നു. മറുഭാഗത്ത് ബെഡിലേക്ക് തെറിച്ചു വീണ വിശ്വനാഥൻ മദ്യലഹരിയിലും കടുത്ത വന്യതയോടെ ചാടി എഴുന്നേറ്റു. തോറ്റു കൊടുക്കാൻ മനസ്സിലാത്തവനെ പോലെ മേശപ്പുറത്തിരുന്ന പകുതികാലിയായ മദ്യക്കുപ്പിയെടുത്ത് അയാൾ നിലത്തടിച്ചുടച്ചു. ചിതറിത്തെറിച്ച കുപ്പിച്ചില്ലുകൾക്കിടയിൽ നിന്നും കോർത്ത മുനയുള്ള ആ കുപ്പിയുടെ ബാക്കി ഭാഗവും കയ്യിലേന്തി ചോരക്കണ്ണുകളോടെ അയാൾ സ്വന്തം മകന്റെ നെഞ്ചിന് നേരെ പാഞ്ഞെടുത്തു. തൊട്ടുപോലെ തന്നെ നന്ദേട്ടനെ. വിശ്വനാഥന്റെ കൈകൾക്ക് മുന്നിലേക്ക് ഒരു കാവൽമാരാക്കിയെ പോലെ അവൾ ചാടി വീണു. കണ്ണുകളിൽ ഭയത്തിന് പകരം ഇപ്പോൾ കത്തിയേരിയുന്ന പ്രതികാരത്തിന്റെ അഗ്നിയായിരുന്നു. വിറക്കുന്ന വിരലുകൾ അയാൾക്ക് നേരെ ചൂണ്ടി അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. തന്റെ ഈ ശാരീരിക സുഖത്തിന് വേണ്ടി ജന്മം കൊടുത്ത സ്വന്തം മകനെ പോലും ഇല്ലാതാക്കാൻ നോക്കുന്ന താനൊരു അച്ഛനാണോ? ഗൗരി വേണ്ട, അയാൾ എന്നെ കൊന്നോട്ടെ. പക്ഷെ അത് ഞാൻ ജീവനോടെ എളുപ്പം നടക്കില്ല. ഈ നന്ദന്റെ ഉള്ളിൽ ശ്വാസമുള്ള കാലത്തോളം നിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലെ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല ഗൗരി. ഇത് ഈ നന്ദന്റെ വാക്കാ, അവസാനത്തെ വാക്ക്. മനസ്സിൽ എന്തൊക്കെയോ കണക്കൂട്ടി അവനെ അയാൾക്ക് നേരെ ഒരടി മുന്നോട്ട് ആഞ്ഞു വെച്ചു. കൊല്ലണോ, എന്നെ ഉണ്ടാക്കിയ തന്ത നിങ്ങളാണെങ്കിൽ ഈ മദ്യക്കുപ്പിന്റെ വയറ്റിലേക്ക് താൻ കുത്തിയിറക്ക്. പക്ഷേ കൈവിറക്കാതെ വേണം താൻ ആ കർമ്മം ചെയ്യാം. അവന്റെ അസാധാരണമായ ധൈര്യത്തിന് മുമ്പിൽ മദ്യലഹരിയിലും വിശ്വനാഥന്റെ കൈയൊന്ന് വിറച്ചു. പക്ഷേ സ്വന്തം മകന് മുമ്പിൽ തോറ്റുപോയെന്ന അപമാനം അയാൾ ഒരു ഭ്രാന്തനാക്കി മാറ്റിയിരുന്നു. വന്യമായ ഭാവത്തോടെ അയാൾ നന്ദന് നേരെ പാഞ്ഞെടുത്തു. എന്നാൽ വിശ്വനാഥന്റെ കൈ ഒന്ന് ഉയരുന്നതിന് മുമ്പ് തന്നെ നന്ദനെ അയാളുടെ കൈ പിടിച്ച് തിരിച്ച് ആ പൊട്ടിയ മദ്യക്കുപ്പി ഒരൊറ്റ കുതിപ്പിന് തന്റെ കൈക്കുള്ളിലാക്കി. പക്ഷെ മദ്യലഹരിയിൽ വിവേകം നഷ്ടപ്പെട്ട വിശ്വനാഥൻ അതുകൊണ്ടൊന്നും അടങ്ങിയില്ല. ഒരു ഭ്രാന്തനെ പോലെ അയാൾ വീണ്ടും നന്ദന് നേരെ ചാടി വീണു. നന്ദനെ അയാൾ തള്ളി മാറ്റാൻ ശ്രമിച്ച ആ നിമിഷം വിശ്വനാഥന്റെ കാലിൽ സ്ലിപ്പായി അയാൾ മുന്നിലേക്ക് ആഞ്ഞു വീണു. തടയാൻ നോക്കിയ നന്ദന്റെ കയ്യിൽ നിന്ന് ആ കൂർത്ത മദ്യക്കുപ്പി വിശ്വനാഥന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറി. ഒരു മരണ നിലവിളി തറവാടിന്റെ ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ആ കൂർത്ത ചില്ല് നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങിയ അതേ നിമിഷം ഒരു കനത്ത ഞെരുക്കത്തോടെ വിശ്വനാഥ് നിലത്തേക്ക് ഊർന്നു വീണു. തന്റെ ചോരപുരണ്ട കൈകളിലേക്കും വിശ്വനാഥന്റെ ജീവനറ്റ ശരീരത്തിലേക്കും മാറി മാറി നോക്കിയ നന്ദന്റെ ഉള്ളിലെ സകല നിയന്ത്രണങ്ങളും തകർന്നുപോയി. ചോരയുറയുന്ന ഭയത്തോടെ അവൻ തലക്ക് കൈവച്ച് നിലത്തേക്ക് ഊർന്നിരുന്നു. തന്റെ കൺമുമ്പിൽ നടന്ന ദുരന്തത്തിന്റെ ഞെട്ടിൽ നിന്നും പതിയെ ഉണർന്ന ഗൗരി അവന് നേരെ ഓടിയെടുത്തു. ഭ്രാന്തി പിടിച്ചവനെ പോലെ നിലത്തിരിക്കും തന്റെ നന്ദേട്ടനെ ചേർത്ത് പിടിച്ച് അവൾ വിതുമ്പി. നന്ദേട്ട കരയല്ലേ? ഗൗരി ഗൗരി ഞാനത് അച്ഛനെ കൊന്നു ഗൗരി. ചോരപുരണ തന്റെ കൈകളിലേക്ക് നോക്കി ഭ്രാന്തനെ പോലെ നിലവിളിക്കുന്ന നന്ദനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ഗൗരിക്ക് അറിയില്ലായിരുന്നു. ആളുടെ നെഞ്ചും ഭയം കൊണ്ട് പിടയുകയായിരുന്നു. പെട്ടെന്നാണ് തറവാടിന്റെ പൂമുഖത്ത് നിന്നും ആളുകളുടെ ബഹളവും കാൽപെരുമാറ്റവും കേട്ടത്. അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞ് സുഭദ്രമുത്തശ്ശിയും അംബികയും ബാക്കിയുള്ളവരും തിരിച്ചെത്തി കഴിഞ്ഞിരിക്കുന്നു. അവരെ മുറിയിലേക്ക് വരുന്നതിന് ഈ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട നിമിഷം ഗൗരിയുടെ ഉള്ളിലൊരു മിന്നൽ പാഞ്ഞുപോയി. തന്റെ പ്രാണനായ നന്ദേട്ടൻ ഒരു കൊലപാതകയായി ഈ ലോകത്തിനു മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. നന്ദേട്ട എന്നെ നോക്ക്. ഗൗരി നന്ദനെ തോളിൽ കുലുക്കി വിളിച്ചു. പക്ഷെ നന്ദൻ അപ്പോഴും ഒരു ജീവനില്ലാത്ത പ്രതിമയെ പോലെ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്ത് കാൽ പെരുമാറ്റം കൂടുതൽ അടുത്തു വന്നു. അതിവേഗം ചിന്തിച്ച ഗൗരി നന്ദന്റെ കൈകളിലെ ചോര തുടച്ചു മാറ്റി. എന്നിട്ട് നിലത്തി കിടന്ന ചോര പുരണ്ട ആ പൊട്ടിയ മദ്യക്കുപ്പിയുടെ കഷ്ണം അവൾ സ്വന്തം കൈക്കുള്ളിലാക്കി. ആളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഭയമായിരുന്നില്ല. പകരം തന്റെ പുരുഷനെ സംരക്ഷിക്കാനുള്ള ഒരു സ്ത്രീയുടെ ഉറച്ച തീരുമാനമായിരുന്നു തിളങ്ങി നിന്നത്. ഗൗരി നീ എന്താ ഈ കാണിക്കുന്നത്? അത് താഴെയിട്. നന്ദൻ തപ്പിത്തടഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഇല്ല നന്ദേട്ട, ഈ ചോരക്കറ നിങ്ങളുടെ കയ്യിൽ പുരളാൻ ഈ ഗൗരി സമ്മതിക്കില്ല. എന്നെ നന്ദേട്ട ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ മൃഗം നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കിയപ്പോൾ തടഞ്ഞതാ. പക്ഷെ ഈ ലോകം അത് വിശ്വസിക്കില്ല. തറവാടിന്റെ മകൻ സ്വന്തം തന്തയ്ക്കൊന്നും നാളെ ഈ നാട് പറയരുത്. ഗൗരി വേണ്ട. നന്ദൻ തടയും മുമ്പേ ആ മുറിയുടെ വാതിൽ പൂർണ്ണമായും തുറക്കപ്പെട്ടു. മുന്നിൽ സുഭദ്രമുത്തശ്ശിയും അംബികയും നിലത്ത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന വിശ്വനാഥനെയും കയ്യിൽ ചോര കൊണ്ട ചില്ല് കഷ്ണമായി നിൽക്കുന്ന ഗൗരിയെയും കണ്ട് അവർ അസ്ത്രപ്രജ്ഞരായി നിന്നുപോയി. ആ നിമിഷം സ്വന്തം പ്രാണന്റെ ജീവനും താൻ ജീവനോടിരിക്കാൻ കാരണമായ ആ കൈകളിലെ ചോരക്കറയും കണ്ടപ്പോൾ ആ തറവാടിന്റെ മഹിമയേക്കാൾ ഗൗരിക്ക് വലുത് തന്നെ നന്ദേട്ടന്റെ ജീവിതമായിരുന്നു. അവനുവേണ്ടി ആ കൊലക്കുറ്റം സ്വന്തം നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങാൻ ആൾക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. കൈകളിൽ ഇരുമ്പ് വിലങ്ങിന്റെ തണുപ്പ് വളരുമ്പോഴും പോലീസുകാർ അവളെ മുന്നോട്ട് വലിച്ചിഴക്കുമ്പോഴും ഗൗരിയുടെ കണ്ണുകൾ ആ മുറിയിൽ ഒരേ ഒരു മുഖം മാത്രമാണ് തിരഞ്ഞത്, തന്റെ പ്രാണനെ. പണിയിറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ആൾ ആ കൈകൾ നെഞ്ചോട് ചേർത്ത് നന്ദന്റെ മുമ്പിൽ വന്ന് നിന്നു.
നിറഞ്ഞൊഴുകിയ കണ്ണുനീരിനിടയിലൂടെ വിറയാർന്ന ചുണ്ടുകളോടെ പ്രാണനൊഴുകി പോകുന്ന ആ ശബ്ദത്തിൽ അവൾ ചോദിച്ചു, എനിക്ക് വേണ്ടി കാത്തിരിക്കോ എന്റെ നന്ദേട്ടൻ? ആ ചോദ്യം ഒരു മൂർച്ചയുള്ള ആയുധം പോലെ വന്ന് തറച്ചത് നന്ദന്റെ തകർന്നടിഞ്ഞ ഹൃദയത്തിലായിരുന്നു. ഒരു വാക്ക് പോലും പുറത്തേക്ക് വരാത്ത ആ കടുത്ത നടുക്കത്തിലും അവൻ അവളെയും നോക്കി. ഉള്ളു പൊള്ളുന്ന ആ വേദനയുടെ കൊടുമുടിയിലും അവന്റെ ചുണ്ടുകളിൽ കനൽ പോലെ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. ഈ ജന്മം മാത്രമല്ല പെണ്ണേ, ഇനി എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും നീ മാത്രമായിരിക്കും എൻ്റെ പ്രാണൻ. എന്നാ ചുണ്ടുകളിൽ നിന്ന് പറയാതെ പറയും പോലെ ഒരു നേർത്ത പുഞ്ചിരി അവന്റെ അധരങ്ങളിൽ വിരിഞ്ഞു. അത് മതിയായിരുന്നു അവൾക്ക്. സുഭദ്രമുത്തശ്ശിയുടെ കോപം നിറഞ്ഞ ആക്രോശങ്ങൾക്കും ആ തറവാട്ടുമുറ്റത്തെ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ടെത്തിയ പോലീസിന്റെ സൈറൺ വിളികൾക്കും ഇടയിലൂടെ ചെയ്യാത്ത തെറ്റിന്റെ പഴി ചുമന്ന് ആ വലിയ വീടിന്റെ പടികളിറങ്ങി ഗൗരി ജയിലിലേക്ക് നീങ്ങുമ്പോൾ ശ്വാസമെടുക്കാൻ പോലും മറന്ന് സ്വന്തം നെഞ്ചു പിളരുന്ന വേദനയോടെ ഒരക്ഷരം പോലും മിണ്ടാനാവാതെ നന്ദൻ അവിടെ വെറും ഒരു ജീവനില്ലാത്ത പ്രതിമ കണക്കെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. അതുവരെ അമ്പലമുറ്റത്ത് തളം കെട്ടിയുന്ന ആ കോലാഹലങ്ങൾ ഒന്നടങ്കം നിലച്ചുപോയ നിമിഷമായിരുന്നു അത്. നന്ദനെ ആ വെളിപ്പെടുത്തലിന് മുമ്പിൽ ശ്വാസമെടുക്കാൻ പോലും മറന്ന് ഒരു വലിയ നടുക്കത്തോടെ വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു നാട്ടുകാരും തറവാട്ടുകാരും. പാരമ്പര്യത്തിന്റെ മഹിമയും കുലമഹിമയും പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന ആ വലിയ തറവാടിന്റെ അന്തസ്സിനിമയിൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ആ കറുത്ത സത്യയുടെ നഗ്നമായി നിന്നു. സുഭദ്രമുത്തശ്ശിയുടെ ആജ്ഞാശക്തിയുള്ള കൈകൾ വിറച്ചു. ചോര പറ്റിയതുപോലെ അവരുടെ മുഖം വിളറി വെളുത്തു. നന്ദൻ തന്റെ കയ്യിലിരുന്ന ആ താലിയുമായി വന്യമായൊരു ഭാവത്തോടെ കനൽ ജ്വലിക്കുന്ന കണ്ണുകളോടെ ദേവികയുടെ അരിയിലേക്ക് അടുത്തു. എന്നാൽ കൂടുന്നവരെന്നൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദേവിക രണ്ടടി പിന്നോട്ട് മാറി. അവളുടെ കണ്ണുകളിൽ നടുക്കമായിരുന്നില്ല. പകരം നന്ദന്റെ പ്രണയത്തിന്റെ തീക്ഷ്ണതയും ഗൗരിയുടെ ത്യാഗവും കണ്ടറിഞ്ഞതിന്റെ ഒരു വലിയ ആദരവായിരുന്നു തിളങ്ങി നിന്നത്. നിറഞ്ഞു തുളുമ്പിയ മിഴികളോടെ അവൾ നന്ദനെ നോക്കി. വിറയാർന്ന എന്നാൽ ഒട്ടും പതരാത്ത ഉറച്ച ശബ്ദത്തിൽ എല്ലാവരും കേൾക്കി അവൾ പറഞ്ഞു, വേണ്ട നന്ദേട്ടാ, ഈ താലിന്റെ കഴുത്തിൽ വീഴരുത്. ഇത്രയും കാലം ആരും അറിയാതെ ഈ നെഞ്ചിൽ ഒളിപ്പിച്ചു വെച്ച ഈ വലിയ സത്യമുണ്ടല്ലോ, സ്വന്തം ജീവൻ പണം വെച്ച് നന്ദേട്ടനെ കാത്ത ഗൗരിയുടെ പരിശുദ്ധമായ പ്രണയം, അത് മനസ്സിലാക്കാൻ ഈ ദേവികക്ക് ആ ഒരൊറ്റ നിമിഷം മാത്രം മതിയായിരുന്നു. ആ സ്ഥാനത്തേക്ക് വരാനോ നന്ദേട്ടൻ്റെ ഭാര്യയാവാനോ എനിക്ക് അർഹതയില്ല. ഇന്നിവിടെ തോറ്റുപോയത് നന്ദേട്ടൻ്റെ പ്രണയമല്ല, ഈ തറവാടിൻ്റെ അഹങ്കാരം. തോൽക്കാൻ മനസ്സിലാത്ത നിങ്ങളുടെ ആ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റിരുന്നു പൂർണ്ണ മനസ്സോടെ. അതുകൊണ്ട് ഈ കല്യാണത്തിൽ നിന്ന് ഞാൻ പിന്മാറുക. നന്ദേട്ടൻ്റെ പ്രാണൻ നന്ദേട്ടൻ തന്നെ തിരിച്ചിട്ടണം, അതിനായി ഞാൻ പ്രാർത്ഥിക്കാം. നന്ദൻ ഒരു നിമിഷം തരിച്ചു പോയി. അവളുടെ ആ വലിയ മനസ്സും പക്വതയും കണ്ടപ്പോൾ ഉള്ളിൽ തിളച്ചു മറിഞ്ഞ സങ്കടങ്ങൾക്കിടയിലും അവളോട് അളവറ്റ ബഹുമാനം അവന്റെ നെഞ്ചിൽ നിറയുകയായിരുന്നു. തനിക്ക് വേണ്ടി സർവ്വതും ത്യജിക്കാൻ തയ്യാറായ ഗൗരിയെ പോലെ തന്നെ മറ്റൊരാളുടെ പ്രണയത്തിനു വേണ്ടി സ്വന്തം ജീവിതം വഴിമാറിക്കൊടുത്ത ദേവികയുടെ ആത്മാർത്ഥതയ്ക്ക് മുമ്പിൽ അവനറിയാതെ തലകുനിച്ചു പോയി. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ അവൻ ദേവികയെ നോക്കി. ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു, വാക്കുകൾ പുറത്തേക്ക് വരാതെ. താൻ കാരണം അവളുടെ ജീവിതത്തിലുണ്ടായ ഈ വലിയ വേദനയ്ക്ക് പ്രായശ്ചിത്തമെന്നോണം അവനാൾക്ക് മുമ്പിൽ പതിയെ കൈകൾ കൂപ്പി. അമ്പലമുറ്റത്ത് ആ വലിയ കല്യാണപ്പന്തലിൽ പെട്ടെന്നാണ് കാർമേഘം വീണ പോലെ നിശബ്ദത പടർന്നത്. നൂറുകണക്കിന് ആളുകൾ സാക്ഷി നിർത്തി ആ മണ്ഡപത്തിന്റെ പടികൾ ഓരോന്നായി ഇറങ്ങി ദേവിക നടന്നു നീങ്ങുമ്പോൾ അവിടെ അവശേഷിച്ചത് ശ്വാസമെടുക്കാൻ പോലും ഭയപ്പെടുന്ന തരത്തിലുള്ള ഒരു മരവിപ്പായിരുന്നു. കൂടിയുന്ന നാട്ടുകാരുടെ മുഖങ്ങളിൽ നടുക്കുക വിശ്വാസവും നിഴലിച്ചു. തറവാട്ടുകാരുടെ കണ്ണുകളിലാവട്ടെ എന്ത് ചെയ്യണമെന്നറിയാത്ത വലിയൊരു ശൂന്യത പടർന്നു പിടിച്ചു. അത്രയും കാലം സത്യമെന്നറിയാതെ അറിവില്ലായ്മയുടെ പേരിൽ ഗൗരിയെ മാത്രം കുറ്റപ്പെടുത്തിയ സുഭദ്രമുത്തശ്ശി ആകെ തളർന്നുപോയിരുന്നു. വിശ്വസ്തതയുടെയും കുലമഹിമയുടെയും മുഖം മൂടിയണിഞ്ഞ സ്വന്തം മകൻ വിശ്വനാഥനാണ് ഇത്രയും വലിയൊരു ചതിക്ക് പിന്നിലെന്ന ആ പാവം മുത്തശ്ശി സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എന്റെ മകൻ തെറ്റ് ചെയ്യില്ലെന്ന് വിശ്വസിച്ച് തറവാടിന്റെ അന്തസ് മാത്രം കാത്തു സൂക്ഷിക്കാൻ നടന്ന ആ വൃദ്ധയ്ക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ആ കഠിനമായ സത്യം. തലമുറകളായി കെട്ടിപ്പൊക്കിയ കുലമഹിമകളുടെ അഹങ്കാരമെല്ലാം ആ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞു. അപമാനവും ചതിക്കപ്പെട്ടതിന്റെ സങ്കടവും കൊണ്ട് ആളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ചുറ്റുമുള്ളവരുടെ കുറ്റപ്പെടുത്തുന്ന നോട്ടങ്ങൾ താങ്ങാനാവാതെ വിറക്കുന്ന കൈകളോടെ ആ ഒരു അമ്പലത്തിന്റെ കരിങ്കൽ തൂണിലേക്ക് ചാരി വായുവിലെന്തോ തിരയുന്ന പോലെ അവരുടെ കൈകൾ അലഞ്ഞു. ഒടുവിലൊരു വാക്ക് പോലും ഉരിയാടാനാവാതെ ആൾ പതിയാ നിലത്തേക്ക് ഇരുന്നു പോയി. ആർ കാത്തു സൂക്ഷിച്ച തറവാട്ട് പെരുമയെല്ലാം അപ്പോൾ ആ അമ്പലമുറ്റത്തെ മണ്ണിൽ കണ്ണീരായി ഉരുകിച്ചേരുകയായിരുന്നു. മുത്തശ്ശി! ആ വലിയ കല്യാണപ്പന്തലിന്റെ മണ്ണിലേക്ക് തളർന്നു വീഴുന്ന മുത്തശ്ശിയെ കണ്ടതും ഉണ്ണിയുടെ നെഞ്ചിലേക്ക് ഒരു ഇടിമിന്നൽ പാഞ്ഞുപോയി. അതുവരെ അവന്റെ ഉള്ളിൽ പുകഞ്ഞു കത്തിയ സകല ദേഷ്യവും വാശിയും പ്രപഞ്ചത്തോടുള്ള സകല വെറുപ്പും ആ ഒരൊറ്റ വിനാഴികയിൽ എരിഞ്ഞടങ്ങി. രക്തബന്ധത്തിന്റെ ആഴം അവൻ അത്രമേൽ പൊള്ളിച്ചു കഴിഞ്ഞിരുന്നു. കാറ്റുപിടിച്ച മരം പോലെ നിലം പറ്റിയ ആ വൃദ്ധ ശരീരത്തിനരികിലേക്ക് അവൻ പാഞ്ഞെടുത്തു. മുട്ടൂത്തിയിരുന്ന് വിറക്കുന്ന ആ കൈകളെ കോർത്തു പിടിച്ച് അവരെ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഈ മുത്തശ്ശിയോട് ക്ഷമിക്കൂ ഉണ്ണി. ഒന്നും ഈ കിളവി അറിഞ്ഞില്ലായിരുന്നു മോനെ.
കണ്ണീ ചോരയില്ലാത്തവനെ കാവൽക്കാരനാക്കി ജീവിച്ച ഒരു അന്തയായി പോയല്ലോടാ ഞാൻ. നിന്നെ തിരിച്ചറിയാൻ ഈ മുത്തശ്ശിക്ക് ഒത്തിരി വൈകിപ്പോയി മോനെ. എന്നോട് ക്ഷമിക്കേ. വേണ്ട മുത്തശ്ശി, വേണ്ട. എന്നോട് ക്ഷമ ചോദിക്കരുത് നിങ്ങൾ. ആ കാൽക്കിൽ വീണ് മാപ്പപേക്ഷിക്കേണ്ട ഞാനാ, ഈ ഞാനെന്ന പാപി. ഈ ലോകൻ എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ. ഒരു കൊലപാതകിയായോ കുടുംബാപിയായോ അവരെന്നെ അടയാളപ്പെടുത്തിക്കോട്ടെ. എനിക്കൊരു പരാതിയുമില്ല. പക്ഷേ എൻ്റെ ഗൗരി, ആളനുഭവിച്ച വേദനകൾക്ക് മുമ്പിൽ എൻ്റെ ആയുസ് മുഴുവൻ തോറ്റുപോയതാ. ഈ സത്യം പുറത്തു പറഞ്ഞ സ്ഥിതിക്ക് ഇനി ആരും അവളെ നോക്കി വിരൽ ചൂണ്ടില്ലല്ലോ. എനിക്കത് മതി. അവസാനം ഞാൻ അവൾക്ക് കൊടുത്ത വാക്ക് അതെനിക്ക് പാലിക്കണം മുത്തശ്ശി. അവൾക്ക് എതിർപ്പൊന്നുമില്ലെങ്കിൽ ഈ നന്ദൻ്റെ പെണ്ണായിട്ട് അവൾ ജീവിക്കും. മുത്തശ്ശിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണീരോടെ നന്ദൻ അത് പറയുമ്പോൾ അമ്പലമുറ്റത്തൊരു വല്ലാത്ത നിശബ്ദ തളം കെട്ടി നിന്നു. ആ വാക്കുകളിലെ സത്യവും പ്രണയത്തിന്റെ തീക്ഷ്ണതയും കൂടിനവരുടെ ഉള്ളുപൊള്ളിച്ചു. 1 മാസത്തിന് ശേഷം നീണ്ട 7 വർഷങ്ങൾ. ഒരു പെണ്ണിന്റെ ആയുസ്സിലെ ഏറ്റവും മനോഹരമായ 7 വർഷങ്ങളാണ് ചെയ്യാത്ത കുറ്റത്തിന് അവൾ ആ കരിങ്കൽ ചുവരുകൾക്കുള്ളിൽ ഹോമിച്ചത്. ഒടുവിൽ ആ കറുത്ത നാളുകൾക്ക് അറുതി വന്നിരിക്കുന്നു. നിയമത്തിനു മുമ്പിൽ അവളുടെ നിരപരാധിത്വം പൂർണ്ണമായും തെളിയിക്കപ്പെട്ട ആ സുദിനം. ആ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് സെൻട്രൽ ജയിലിന്റെ ആ കൂറ്റൻ ഇരുമ്പുവാതിലുകൾ ഒരു ഭീകര ശബ്ദത്തോടെ ഇരുവശത്തേക്കും തുറക്കപ്പെട്ടു. കരിങ്കൽ പടവുകൾ ഓരോന്നായി ഇറങ്ങി. 7 വർഷത്തെ കറുത്ത ഓർമ്മകളുടെ തടവറിൽ നിന്ന് മോചിതയായി ഗൗരി പതിയെ പുറത്തേക്ക് ചുവടുകൾ വെച്ചു. ആ പാവം പെണ്ണിന്റെ യൗവനം മുഴുവൻ ആ 4 ചുമരുകൾക്കുള്ളിൽ ഹോമിക്കപ്പെട്ടിരുന്നു. കവിളുകളൊട്ടി കണ്ണുകൾക്ക് ചുറ്റും വിരഹത്തിന്റെയും കണ്ണീരിന്റെയും കരിനിഴൽ പടർന്ന് ആകെ തളർന്നു പോയിരുന്നു അവൾ. വിറക്കുന്ന ചുണ്ടുകളോടെ കൺകോളുകളിൽ തങ്ങിയുന്ന കണ്ണീർ തുടിപ്പോടെ ആൾ ആ വലിയ ജയിൽ മുറ്റത്തെ ശൂന്യതയിലേക്ക് നോക്കി. ഗൗരി! പെട്ടെന്ന് ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ഒരു സ്വരം കാറ്റിലെന്നോണം ഒഴുകി വന്നു. കരച്ചിലടക്കാനാവാതെ നന്ദൻ അവളെ തന്നെ നോക്കി നിന്നു. 7 വർഷത്തെ ആ വലിയ മൗനത്തെ ഭേദിച്ചുകൊണ്ട് ഒഴുകിയെത്തിയ തന്നെ നന്ദേട്ടന്റെ ശബ്ദം കേട്ടതും ഗൗരിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഈ ലോകത്ത് താൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ കൊതിച്ച അതേ ശബ്ദം അവളെ പൂർണ്ണമായും തളർത്തിക്കളഞ്ഞു. നന്ദേട്ടാ! ഗൗരി! വിറക്കുന്ന ശബ്ദത്തിൽ വിളിച്ചുകൊണ്ട് ആളെ അവൻ നെഞ്ചോട് ചേർത്ത് ആഞ്ഞു പുണർന്നു. ഒടുവിൽ കണ്ണീരോടെ അത്രമേൽ ആർദ്രമായി അവൻ അവളുടെ നെറുകയിൽ ആഞ്ഞു ചുംബിച്ചു. ആ ചുംബനത്തിൽ ഇനി ഒരിക്കലും പിരിയില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഗൗരി മോളെ, നീയില്ലാതെ ഓരോ നിമിഷം ഞാൻ ഒരുങ്ങിയായിരുന്നു. എനിക്ക് വേണ്ടി നീ ഇത്രയും നാൾ അനുഭവിച്ച കാരാഗ്രഹവാസത്തിന് പകരം എന്താ ഞാൻ നിനക്ക് തരേണ്ട പൊന്നെ? നീ പറ. തന്നെ നന്ദേട്ടന്റെ നെഞ്ചിന്റെ ചൂടറിഞ്ഞതും ഗൗരിയുടെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം അണപൊട്ടി ഒഴുകി. അവന്റെ തോളിലേക്ക് തലയാഴ്ച വിനിമിക്കൊണ്ട് അവൾ പതിയെ പറഞ്ഞു. എനിക്കൊന്നും വേണ്ട നന്ദേട്ട. ഈ 7 വർഷവും ആ ഇരുട്ടറക്കുള്ളിൽ കിടക്കുമ്പോഴും എൻ്റെ ശ്വാസം നിലച്ചു പോകാതിരുന്നു എപ്പോഴെങ്കിലും എൻ്റെ നന്ദേട്ടനെ തിരക്കി വരുന്ന ഒരൊറ്റ ഉറപ്പിലായിരുന്നു. എനിക്ക് വേണ്ടി കണ്ണു നിറഞ്ഞ ഈ നന്ദേട്ടനേക്കാൾ വലിയൊരു സമ്മാനം എനിക്ക് ഈ ലോകത്താരും തരാനില്ല. എന്നെ നന്ദേട്ടൻ്റെ ഈ സ്നേഹം മാത്രം മതി. എക്കാലവും ഈ നെഞ്ചിലൊരിടം മാത്രം മതി. ഐ ലവ് യു നന്ദേട്ട. ഐ ലവ് യു സോ മച്ച്. ഗൗരിയുടെ ആ വാക്കിൽ കേട്ടതും നന്ദന മുഖ ഇരുകൈകളാൽ കോരിയെടുത്ത് തെല്ലൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഐ ലവ് യു ഗൗരി. ലവ് യു സോ മച്ച്. ആൻഡ് ഐ മിസ് യു ഫോറെവർ. ജയിലിന്റെ വലിയ മതിലുകൾക്കുള്ളിൽ തടഞ്ഞുപോയ 7 വർഷത്തെ വിരഹം ആ നിമിഷം അവർ പ്രണയം കൊണ്ട് മായ്ച്ചു കളഞ്ഞു. തോറ്റുപോകാൻ വിധിക്കപ്പെട്ടവരെല്ലാം തങ്ങളെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ഒരേ മനസ്സോടെ അവർ നടന്നു നീങ്ങി ഒരു പുതിയ പ്രഭാതത്തിലേക്ക്.